ഹായ് ഫ്രണ്ട്സ്, രൂപ BVK എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സ്വിങ് മെഷീൻ്റെ പെഡൽ ചവിട്ടുന്നത് മുതൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ആളിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ട് അതിനെ ഒന്ന് പഠിപ്പിക്കാം. ആദ്യമായിട്ട് ഒരു മെഷീൻ തയ്ച്ച് എങ്ങനെ തുടങ്ങാം. ആദ്യമായി എനിക്ക് തയ്ക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മെഷീൻ ചവിട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ച് തുടങ്ങുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് കൂട്ടാക്കുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ഒരുപാട് സഹായകമാണ്. നിങ്ങളുടെ സപ്പോർട്ട്, കമൻറ്റ് എല്ലാം ഒരുപാട് സഹായമാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാതെ. അപ്പം ഇതെൻ്റെ ആദ്യനാഥ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അവനെയാണ് ഞാനിന്ന് ഇതൊന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് ഒരാൾ ചവിട്ടി തുടങ്ങുന്നത് മുതൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് ആദ്യം മുതൽ ചവിട്ടി കാണിക്കണം. ചവിട്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ബെൽറ്റ് ഊരി വിടണം. ബെൽറ്റ് ഇത് ഹെഡെന്നാണ്. അപ്പോൾ ഈ ഹെഡിൽ നിന്ന് ബെൽറ്റ് ഊരി വിട്. ബെൽറ്റ് റിമൂവ് ചെയ്യും. അതായത് ആദ്യം ഇതിനെ തട്ടി വിടണം. ആദ്യം താഴ്വശത്ത് ഒരു തട്ട് കൊടുത്താൽ മതി. ബെൽറ്റിനെ റിമൂവ് ചെയ്ത് ഇനി നമുക്ക് ആ ഹെഡിൽ നിന്ന് ബെൽറ്റിനെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് നമ്മൾ ഇവിടെ കാലെടുത്ത് വെച്ച് എന്നിട്ട് ചവിട്ടി താഴേട്ടും മുകളിലോട്ടും ചവിട്ടി വീല് കറക്കി. ഇത് ഇങ്ങനെ കുറേ ദിവസം നമ്മൾ ചവിട്ടി പഠിക്കണം. പെഡൽ ചവിട്ടാൻ പറ്റുന്നു കാണുമ്പോൾ നമുക്ക് ബെൽറ്റ് നമ്മുടെ ഹെഡുമായിട്ട് യോജിപ്പിക്കാം. അപ്പം നമുക്ക് ബെൽറ്റ് ഇടാം. ബെൽറ്റ് ഇടുന്ന വിധമെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തേക്ക് ഈ ബെൽറ്റിനെ ഇട്ടിട്ട് നേരെ താഴ്വശത്ത്, അതായത് നമ്മൾ അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് ഈ നമ്മൾ മേളിൽ ഇതിട്ടല്ലോ, ഇട്ടിട്ട് നമ്മൾ താഴെ ഈ ഒരു ബെൽറ്റിനെ ഇങ്ങനെ പതിയെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ബെൽറ്റ് കറക്റ്റായി. അവിടുന്ന് പിടിച്ച് വന്ന് വീല് മേപ്പോട്ട് മുകളിലേക്ക് ഉയർത്തണം. വീല് മേലിലോട്ട് ഉയർത്തി. പക്ഷെ ബെൽറ്റ് ഇവിടെ കറക്റ്റ് വീണിട്ടില്ല. നീ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു ഭാഗത്ത് വീണിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം? ഒന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ വീലിനെ ഇങ്ങനെ കറക്കുക. കണ്ട? ഇനി നമുക്കൊന്ന് ചവിട്ടി നോക്കാം. നേരെ നിവർന്നിരിക്കണേ. ഒന്നെങ്കിൽ സൂചി ഊരിയിട്ട് തയ്ക്കണം. അല്ലെങ്കിൽ തുണി അതിൻ്റെ പ്രഷർ ഫുഡിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് പ്രഷർ ഫുഡ് താഴ്ത്താതെ കണ്ട് തയ്ച്ചു തുടങ്ങാം. സൂചി ഊരിയിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സൂചി മാറ്റി, സൂചി ഊരുന്ന രീതി അറിയാമല്ലോ. എങ്ങനെ? ആ ഒരു സ്ക്രൂ തിരിച്ചെടുത്തിട്ട് സൂചി അതിൽ നിന്ന് ഊരിയെടുത്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിനിയും അതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രഷർ ഫുഡും താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെഡൽ ചവിട്ടുന്ന വിധം കാണിക്കാവേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വീൽ എങ്ങോട്ട് കറക്കണം? നമുക്ക് നേർക്ക് കറക്ക്.
ഹാൻഡ് വീല് കറക്കിക്കൊണ്ട് ഹാൻഡ് വീല് കറക്കി ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഹാൻഡ് വീല് പുറകിലോട്ട് കറങ്ങാമോ? എന്താ കറങ്ങരുത്. ഓക്കെ, ഒന്ന് തയ്ച്ച്. നിർത്തിയത് എങ്ങനാ? ഹാൻഡ് വീലേ പിടിച്ചപ്പോൾ അത് നിന്നു. ഓക്കെ, അപ്പം നൂലിട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നൂലിട്ടിട്ട് അതെ ഇതുണ്ടോ ഈ ഒരു ഇത് അവിടേക്കടെ നൂല് നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് റൗണ്ട് ചുറ്റി ഈ 2 പ്ലേറ്റാണ്, ഈ പ്ലേറ്റിൻ്റെ ഇടയ്ക്കൂടെ വേണം നൂല് വരാൻ. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന ഇതില്ലേ അതിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വന്ന് ഇവിടെ ഒരു കമ്പിയുണ്ട്, അതിൽ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി സൂചി കോർത്താൽ മതി. ഇല്ല, നമ്മൾ സൂചി ഇട്ടായിരുന്നോ? ഇല്ലല്ലോ. സൂചി എടുത്തിട്. സൂചി ഇടുന്ന രീതി അറിയാവോ? അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂചിയുടെ ഈ 3 വശം, അതായത് 3 വശം എന്താണ്? റൗണ്ടാണ്, ഇങ്ങനെ റൗണ്ട്. ഇതിൻ്റെ ഒരു വശം മാത്രം എന്താണ്? പ്ലെയിൻ ആയിട്ട്. അപ്പം അതായത് നല്ല പരന്നിരിക്കുന്നു. ആ പരന്ന ഭാഗം എവിടെ വരണം? ഈ സൂചി ഇടുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തോട് ചേർത്ത് വേണം ഈ ഒരു പരന്ന ഭാഗം വരാൻ. അതായത് വലത്തെ സൈഡിലോട്ടോ. എന്നിട്ട് ഇങ്ങനെ കയറ്റി ഇടുന്ന സമയത്ത് ഈ സൂചി ചെന്ന് മുട്ടും, ഒരു കമ്പിയിൽ ഇങ്ങനെ മുട്ടും. ആ ഒരു സമയത്ത് നമുക്ക് സൂചി ഇടുന്ന അവിടെ നിർത്തിയിട്ട് ഇത് മുറുക്കി കൊടുക്കാം. ഓക്കെ, സൂചി നൂല് കോർത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടിനൂല് വേണ്ടേ? അത് നമ്മൾ എന്ത് ചെയ്യണം? ബോബൻ കേസിൽ ബോബനിട്ട് നൂലെടുക്കണം. അതിന് ബോബൻ കേസ് എടുക്കണം. ഇത് ബോബനാ, ഇത് ബോബൻ കേസ്. ബോബൻ ഇത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബോബൻ കേസ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഈ നൂലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തൂടെ, ഈ ഒരു പ്ലേറ്റിൻ്റെ അടിയിലൂടെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നൂല് വലിങ്ങി വരും. ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ താഴെ ഇട്ട് കൊടുക്കണം. താഴെ ഇട്ട് കൊടുക്കുന്നതിന് ഇതിങ്ങ് മാറ്റിയിട്ട് തന്നെ ഇതിങ്ങിട്ട് ഊരി നോക്കാം. ഇത് ഷെഡിൽ കണ്ടോ? ആ ഷെഡിൻ്റെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്കിനി ബോബൻ കേസിനെ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ബോബൻ കേസ് ബോബൻ ഇട്ടോ? നൂല് കറക്റ്റ് ആക്കിയോ? ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് ബോബൻ കേസിൽ ഇട്ട് കൊടുക്കാവേ. അതിന് വേണ്ടിയിട്ട് അതിനെ എന്നിട്ട് ആ ഒരു ഓക്കെ ടക്ക് ആ സൗണ്ട് കേട്ട ലോക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ നൂലിനെ പിടിച്ചുകൊണ്ട് ഹാൻഡ് വീല് കറക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? താഴത്തെ നൂലിനെ മുകളിലേക്ക് കൊണ്ടുവരാം. താഴത്തെ നൂലിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചായല്ലോ. എന്നിട്ട് ഇവരെ രണ്ടുപേരുടെ ഈ പ്രഷർ ഫുട്ടിൻ്റെ അടിയിലൂടെ പുറകിലോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, പുറകിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തുണി വെച്ചൊന്ന് തയ്ച്ച് നോക്കാം. അപ്പം പൊക്കിയിട്ട് പ്രഷർ ഫുട്ടിൻ്റെ അടിയിലൂടെ പറഞ്ഞു വിട്ടിട്ട് പ്രഷർ ഫുട്ട് ലിവർ താഴ്ത്തി നൂല് പിടിച്ചുകൊണ്ട് ഇതിനെ കറക്ക് പതിയെ. അന്നേരം ചവിട്ടാൻ തുടങ്ങണമെന്നില്ല. ഓക്കെ, നേരെ പിടിക്കും തുണി. സാരമില്ല, തയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് പഠിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് പഠിക്കണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, എന്ത്? ചോക്ക് വരയ്ക്കണം. വരച്ചിട്ട് ആ വരയിലൂടെ തയ്ച്ച് പഠിക്കാൻ നോക്കണം പതുക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പെഡൽ എങ്ങനെ ചവിട്ടി തുടങ്ങാം, പെഡൽ ബെൽറ്റ് ഊരിയിട്ട് ഹെഡിൽ നിന്നും ബെൽറ്റ് റിമൂവ് ചെയ്ത് പെഡൽ ചവിട്ടി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഹെഡിൽ എന്ത് ചെയ്തു? നമ്മൾ
ബെൽറ്റ് ഇട്ട് കൊടുത്തു. ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് വീലിലും ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചവിട്ടി സൂചി ഊരിയിട്ടില്ലയോ, സൂചി ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചവിട്ടി പഠിച്ചു. ചവിട്ടി പഠിച്ചതിന് ശേഷം നമ്മൾ ചവിട്ടാൻ പറ്റും എന്ന് കണ്ടതിന് ശേഷമാണ് എന്ത് ചെയ്തത്, നമ്മൾ സൂചി ഇട്ട് കൊടുത്ത് തുണി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ചവിട്ടി തയ്ച്ചു. അപ്പോൾ തുണി നീങ്ങുന്നുണ്ട്, കറക്റ്റ് നീങ്ങുന്നുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്തു, സൂചി വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു, നൂല് ഇല്ലേ, എന്താ മിണ്ടാത്തേ, നൂല് ഇട്ട് കൊടുത്തു. നൂലിട്ട് കൊടുത്തിട്ട് ബോബൻ ഗോയ്സിൽ നൂലിട്ട് കൊടുത്ത് നമ്മൾ നൂലെല്ലാം കറക്റ്റ് ആക്കിയിട്ട് തുണിയെ നൂലിട്ട് തയ്ച്ചെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ കിട്ടിയിട്ടില്ലേ, അപ്പോൾ പഠിച്ചില്ലേ തയ്ക്കാൻ. ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ. എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.